11 മണിക്ക് കേസിൻ്റെ വിധി വന്നു സുപ്രീം കോടതി. 12:30 മണിക്ക് ഞാൻ രാജിവെച്ചു. 12 മണിക്കുമ്പോൾ ഞാൻ രാവിലെ എഴുതി. നാളെ വിധി വരും, വിധി അനുകൂലമായാലും പ്രതികൂലം അനുകൂലമായിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാവിലെ 8:30 മണിക്ക് രാജിക്കത്തടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് അസംബ്ലിയിലേക്ക് പോകുന്നത്. അസംബ്ലി നടക്കുന്ന സമയത്താണ്. അങ്ങനെ ഞാനൊരു KV തോമസ് മാഷുമായിട്ടൊരു, അന്നായത് ടൂറിസം മന്ത്രിയാണ്, അദ്ദേഹമായിട്ടൊരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അച്ഛൻ്റെ കേസ് വിട്ടു എന്നറിയുന്നത് സുപ്രീം കോടതി. അറിഞ്ഞ ഉടൻ തന്നെ ഞാൻ എഴുന്നേറ്റു. യോഗം ഇനി മതി എന്ന് പറഞ്ഞു. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എറണാകുളത്ത് ബോട്ട് ചെട്ടിയിൽ ഒരു സമുച്ചയം നിർമ്മിക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. ടൂറിസമായിട്ട് ഒരു ബോട്ട്, ഒരു അരീന പോലെയൊക്കെ ചെയ്തിട്ട് അവിടെ നല്ല ഇപ്പോഴത്തെ ആ ബോട്ട് ചെട്ടി കിടക്കുന്ന സ്ഥലത്ത്, ആ ബസ് സ്റ്റാൻഡ് കിടക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ കേസിന് വിട്ടു, ഞാൻ രാജിവെക്കുകയാണെന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കൊടുക്കുന്നു. നേരെ സെക്രട്ടേറിയറ്റിൽ പോയി ആന്റണി സാറിനെ കണ്ടു. പ്രതികരണം എന്തായിരുന്നു? അല്ല, അതെന്തിനാ ഇപ്പോൾ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അച്ഛനോടും ചോദിച്ചില്ല രാജിവെക്കാൻ. ഞാൻ പറഞ്ഞ വാക്കുണ്ട്, അച്ഛൻ എപ്പോൾ കേസ് ഇരുന്നു അന്ന് രാജിവെക്കുന്നു പറഞ്ഞു. ആ മണിക്കൂറിൽ തന്നെ 11 മണിക്ക് വിധി വന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അദ്ദേഹം ആന്റണി സാർ എവിടെ പോയിരിക്കും, അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തി. അവിടെ ഞാനിത് കൊണ്ടുകൊടുത്തു. അന്ന് വലിയൊരു ഇതായിരുന്നു, കാരണം മന്ത്രി എന്നതിൽ പെട്ടെന്ന് പേരെടുത്തു. അന്ന് എനിക്ക് തോന്നുന്നു ആ കാലത്ത് ഒരു അച്ഛനേക്കാൾ പേരെടുത്തിരുന്ന ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഉദ്യോഗസ്ഥരുടെ അടക്കം ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല ആ സമയത്ത്. അല്ല, എന്നാലും ഞാനൊരു വാക്ക് പറഞ്ഞിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഡൽഹിയിൽ വെച്ച് കേരളമോദിയുടെ ലേഖകൻ എന്നോട് ചോദിച്ചു, അച്ഛൻ്റെ കേസ് വിധി വന്നാൽ മാറിക്കൊടുക്കും. ഞാൻ പറഞ്ഞു മാറിക്കൊടുക്കും, ഇവിടെ വെച്ചാണ് വരുന്നതെങ്കിൽ ഇവിടെ വെച്ച് കൊടുക്കുമെന്ന്. ഒരു വാക്കുണ്ട്, ആ വാക്ക് ഞാൻ കൃത്യമായി പാലിച്ചു. എന്നിട്ട് അച്ഛൻ തന്നെ ചോദിച്ചു, നീ എന്തിനാ ആരോട് ചോദിച്ചിട്ട് അത് കൊടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ അച്ഛനോട് പറയാനാണ് രാജി കൊടുത്തത്. അച്ഛനോട് പോലും രാജി പറഞ്ഞില്ല. നേരെ പോവുമായിരുന്നു. ഞാൻ നേരെ അസംബ്ലിയിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ സെക്രട്ടേറിയറ്റിൽ എത്തുന്നു, ആന്റണി സാറിനെ കാണുന്നു, ആന്റണി സാറിൻ്റെ കൈ കൊടുക്കുകയായിരുന്നു.